ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഹാരിസ് ഫൈൻ ആൻഡ് സെയിൽസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നത് ICICI ഡയറക്റ്റിൻ്റെ ആപ്പിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു ഓർഡർ എടുത്താൽ അതിൻ്റെ അകത്ത് അപ്പോൾ ചാർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാമെന്നാണ്. ഞാൻ ICICI ഡയറക്റ്റിൻ്റെ ആപ്പ് എടുക്കുവാണ്. നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുമ്പ് മുമ്പിലത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഓർഡർ പ്ലേസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഓർഡർ ഇവിടെ ഇപ്പോഴും നമ്മുടെ പെൻഡിങ്ങിൻ്റെ അകത്ത് കിടക്കുവാണ്. എക്സിക്യൂട്ട് ആയിട്ടില്ല. എൻ്റെ ടാർഗറ്റ് സെൽ പ്രൈസ് എത്തിയിട്ടില്ല. എൻ്റെ റെസിസ്റ്റൻസിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഈ 100.95 എന്നുള്ള റെസിസ്റ്റൻസ് ആണ് ശരിക്കണ്ടേ. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കോട്ടും കാര്യങ്ങളും എന്നുള്ള ഗെറ്റ് കോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ഡയറക്റ്റ്ലി നമുക്ക് ഒരു സ്റ്റോക്കിന് എടുക്കണമെങ്കിൽ എങ്ങനെ ഒരു ചാർട്ടൊക്കെ ചെക്ക് ചെയ്യണമെന്നുള്ള എടുക്കണമെങ്കിൽ വാച്ച് ലിസ്റ്റിൽ പോവുക. ഇവിടെ ഒരു സ്റ്റോക്ക് നമുക്ക് സെർച്ച് ചെയ്യാം. ഇതിപ്പോൾ പ്രീവിയസ് സെർച്ച് ചെയ്ത സ്റ്റോക്ക് കിടക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്തു. ഡയറക്റ്റ്ലി ഇവിടെ ചാർട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം ഓർഡർ എന്താ കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് ആ റെസിസ്റ്റൻസ് എങ്ങനെ നോക്കി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ചാർട്ടിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ആദ്യം ക്ലിക്ക് ചെയ്യുക. ചാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആദ്യം ഒരു ബേസിക് ആയിട്ടുള്ള ചാർട്ട് മാത്രമാണ് വരുന്നത്. അതായത് ഡേ, മന്ത് അങ്ങനെയുള്ള ടൈം ഫ്രെയിമും ഇവിടെ പ്രൈസും. ഇത് മൗണ്ടൻ ഗ്രാഫായിട്ടാണ് കിടക്കുന്നത്. നമുക്കതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇവിടെ ഒരു എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ടൈം സ്കെയിൽ വരും, ഇവിടെ പ്രൈസ് സ്കെയിൽ വരും. കേട്ടോ, 100.45 ആയിട്ടുണ്ട്. ഇത് മുകളിലേക്കൊരു 95ലേക്ക് എത്താനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. നോക്കിയിട്ട് ഇവിടെയുള്ളതാണ് ഡിഫറെൻറ്റ് സ്കെയിലുകൾ കിടക്കുന്നത്. ഞാനിപ്പോൾ ഓർഡർ ഇട്ട് വെച്ചേക്കണേ ഈ പോയിന്റിലാണ് ഇട്ടില്ല. അവിടെ വരെ എത്തിയാൽ നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് കിട്ടും. പിന്നെ ഇവിടെ ഡേ വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഡേയിലാണ് കിടക്കുന്നത്. അതൊരു മിനിറ്റിലേക്ക് ആക്കട്ടെ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലൈൻ ഗ്രാഫാണ്. അതിപ്പോൾ ഇനി നമുക്ക് ഏത് ഗ്രാഫാണോ വേണ്ടത്, അതായത് ഇപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് ആകണം ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്യാൻഡിൽ ഗ്രാഫായിട്ട് കിട്ടും നമുക്ക്. ഇനിയിപ്പോൾ നമുക്കത് എന്താ പറയുക, ബേസ് ലൈൻ ഗ്രാഫാണ് അങ്ങനെ ആക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ലൈൻ തന്നെയാണ് എളുപ്പം മനസ്സിലാക്കാൻ. പിന്നെ ഇവിടെ ടൈം ഫ്രെയിം 1 ഡേ കിടക്കുന്നുണ്ട്. 1 മിനിറ്റ് ഗ്രാഫ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതൊരു 1 അവർ ഗ്രാഫ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ ഫങ്ഷൻസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ, അതായത് മൂവിങ് ആവറേജോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മൂവിങ് ആവറേജ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കും. പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട് അതിന്. പിന്നെ ഈ സൈഡിലുള്ള നമുക്ക് സ്കെയിൽ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ സ്കെയിലൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ ഒരു പോയിൻറ്റ് മറ്റേ പോയിൻ്റ് ഉണ്ടെങ്കിൽ ഒരു ആരോ ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്കതിനെ ലൈൻസൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്തു. അത് നിങ്ങളട്ടെ ത്രെഡ് ലൈൻ എടുത്തു. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ വരയ്ക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്തു നോക്കാൻ സാധിക്കും. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഗ്രാഫുകൾ. നമുക്ക് ഇഷ്ടമുള്ള ഗ്രാഫിലേക്ക് പിന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലെ ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് വരച്ച് വെച്ചെല്ലാം മാറ്റി കളയാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഗ്രാഫിൻ്റെ കാര്യത്തിൽ ബാക്കിയെല്ലാം നമുക്ക് തന്നെ ചെയ്ത് പഠിക്കുകയാണ് എപ്പോഴും നല്ലത്. നമുക്ക് ഏതാണോ സൂട്ടായിട്ടുള്ള ഗ്രാഫ് തന്നെ സൂം ചെയ്യണമെങ്കിൽ ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സൂം ചെയ്തൊക്കെ നോക്കാൻ പറ്റും. ഞാൻ ഡിസേബിൾ ചെയ്യണം, ഡിലീറ്റ് ചെയ്യണതും. പിന്നെന്താ, ഇത്രയ്ക്കാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കേണ്ട, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞുതരാം. പിന്നെ ഏഞ്ചൽ ബ്രോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഏഞ്ചൽ ബ്രോക്കിംഗ് ഞാൻ ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. ICICI പോലെ ഫുൾ സർവീസ് ബ്രോക്കറിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റും. ചാർട്ട് പിന്നെ 1 അവർ മറ്റു 1 മിനിറ്റ് തന്നെ ഇടുവാനായിട്ടേ. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ ചാർട്ടിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട്. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറഞ്ഞുതരാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ, സീ യു.